ഓം ശാന്തി. ആധുനിക ലോകത്ത് സുഖ സൗകര്യത്തിൻ്റെയും സാധനങ്ങളുടെയും അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്മാരുടെ ആങ്സൈറ്റി കൂടുകയാണ്, ടെൻഷൻ കൂടുകയാണ്, വറി, ഫിയർ ഇതെല്ലാം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സ്പീഡും ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റും ഒരു വിധത്തിൽ മനുഷ്യന് സുഖവും ശാന്തിയും തരുമെങ്കിൽ മറുവശത്ത് നോക്കിയാൽ മനുഷ്യന് ദുഃഖവും അശാന്തിയും ടെൻഷനും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ എന്ത് എന്ന ചോദ്യത്തെക്കുറിച്ച് പലർക്കും ഉത്തരം പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന തകർച്ച, വിശ്വാസമില്ലായ്മ, തൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് അഥവാ പലപ്പോഴും തകർന്ന മാനസികാവസ്ഥയിലേക്ക് പല മനുഷ്യന്മാരെയും കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഇന്ന് മാനസിക പിരിമുറുക്കം അഥവാ സ്ട്രെസ് എന്നത് ഒരു സാധാരണമായിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളിലും എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടെൻഷൻ കൊണ്ടും ഡിപ്രഷൻ കൊണ്ടും മനുഷ്യൻ്റെ അവസ്ഥ മോശമായിരിക്കുന്നവരുടെ എണ്ണവും ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു കാരണത്തിൽ വന്നവർ അങ്ങനെ ഒരു അവസ്ഥയിലാകുമെങ്കിൽ ഇന്ന് നോർമൽ ലൈഫിലെ സ്ട്രെസ്സിനെ താങ്ങാൻ പറ്റാതെ, തൻ്റെ ജോലി സ്ഥലത്തുണ്ടാവുന്നതായിട്ടുള്ള പ്രഷറിനെ താങ്ങാൻ പറ്റാതെ, ബന്ധങ്ങളിലുള്ളിൽ ഉടലെടുക്കുന്നതായിരിക്കുന്ന പ്രഷറുകൾ താങ്ങാൻ പറ്റാതെ, സ്കൂളിലെ പഠനത്തിന് താങ്ങാൻ പറ്റാതെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ചെറുതും വലുതും യുവാക്കളും വൃദ്ധന്മാരുമായിരിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ ഡിപ്രഷനിലേക്കും ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടൊരു പരമമായിരിക്കുന്ന കാര്യമുണ്ട്. എന്താണ് വാസ്തവത്തിൽ സ്ട്രെസ് എന്നുള്ളത്? ഒരു സാഹചര്യത്തിന് നേരിടാനുള്ളതായിരിക്കുന്ന നമ്മുടെ ആന്തരിക ശക്തിയുടെ കുറവിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ശാരീരികമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന രീതിയിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരുപക്ഷെ അല്പസമയത്തേക്ക് നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ, ബ്രെയിൻ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് മരുന്നിന് സാധിക്കുമായിരിക്കും. പക്ഷേ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് അപ്പോഴും അതിന് സാധ്യമല്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ മാറ്റിയിട്ടോ സിറ്റുവേഷൻ മാറ്റിയിട്ടോ അല്പസമയത്തേക്ക് നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് സ്ഥിരമായി നമ്മളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ഈ സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് നടക്കുന്ന അവസ്ഥ? നമ്മുടെ മനസ്സിൽ ആ സമയത്ത് എങ്ങനെയാണ് മനസ്സതിന് പ്രതികരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി അതിന് ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനോ ഇല്ലാതാക്കാനോ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? ഒരു സാഹചര്യം, ജീവിതത്തിൽ വിപരീതമായിരിക്കുന്ന ഒരു സാഹചര്യം അഥവാ ചലഞ്ചിങ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ നേരിടാനുള്ളതായിരിക്കുന്ന നമ്മുടെ ആന്തരിക ശക്തിയുടെ കുറവിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ജീവിതത്തിൽ വിപരീതമായിരിക്കുന്ന ഒരു സാഹചര്യം അഥവാ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിരിക്കുന്ന ചിത്രം കാണിച്ചു തരിക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ്. സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് മനസ്സ് അത്തരം അലാം ആയിരിക്കുന്ന ചിത്രങ്ങളെ, എങ്ങനെയാണോ ഒരു റെയിൽവേ ട്രാക്കിലൂടെ നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുള്ള റോഡ് ഉണ്ടെങ്കിൽ ആ ട്രെയിൻ വരുന്നേക്കാൾ മുന്നേ അവിടെ ഒരു അലാം മുഴങ്ങും, ഗേറ്റ് അടയ്ക്കും, ഇതിലെ പോവല്ലേ, ഇതിലെ വന്നാൽ യാത്ര ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് അലാം തരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് നമുക്ക് മുൻകൂട്ടി തന്നെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു പക്ഷേ ഇതിന് നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷേ ആ അവസ്ഥ കാണുമ്പോൾ തന്നെ മനുഷ്യന്മാർ അതിനെയാണ് സത്യമെന്ന് സ്വീകരിക്കുകയും അയ്യോ ഇങ്ങനെ ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ, അങ്ങനെ വന്നാൽ ഇങ്ങനെയാവുമല്ലോ, ഇത്തരം വെറീഡായിരിക്കുന്ന ചിന്തകളിൽ മുഴുകിക്കൊണ്ട് ആ എനർജി നമ്മളോട് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും ദ സെയിം സിറ്റുവേഷൻ നമ്മളിലേക്ക് ആകർഷിക്കുക അഥവാ നമ്മൾ അതിൽ പോയിട്ട് കുരുങ്ങുകയും ചെയ്യും. അപ്പോൾ മനസ്സ് കാണിച്ചു തന്ന ചിത്രം സത്യമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കും. ആ വിശ്വസിക്കുന്നതോടുകൂടെ കുറേയും കൂടെ നമ്മുടെ എനർജി നഷ്ടമാവും, കുറേയും കൂടെ സ്ട്രെസ്സിലാവും, ഡിപ്രഷനിലാവും, മനസ്സ് ടെൻഷനിലാവും. ഇനിയൊരു കാര്യം വരുമ്പോൾ ആ പാസ്റ്റ് ആയിരിക്കുന്നതായിട്ടുള്ള മെമ്മറീസും ആ ബേസ് ആയിരിക്കുന്ന നേച്ചറും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മനസ്സ് അതേ രീതിയിൽ നമ്മുടെ ചിത്രങ്ങളെ കാണിച്ചു തരാൻ തുടങ്ങുകയും ആ ട്രാപ്പിലാവുന്ന മനുഷ്യൻ്റെ മനസ്സിന് അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് എന്താണ് യഥാർത്ഥമായിരിക്കുന്ന സൊല്യൂഷൻ എന്ന് ചിന്തിക്കാനുള്ള അവസ്ഥ പോലും നഷ്ടമാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉണ്ട്. എന്തെങ്കിലും ഒരു വിപരീതമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് അത്തരം എന്തെങ്കിലും ഒരു ചിത്രം കാണിച്ചു തരുമ്പോൾ ആ മൈൻഡിനെ ഫോളോ ചെയ്യല്ല വേണ്ടത്, മനസ്സിന് ഒരു സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുന്നു അപ്പോഴൊക്കെ തന്നെ മനസ്സിനോട് പറയണം, നിർത്ത്, അതിൻ്റെ മറുവശം എന്ത് എന്ന് ചിന്തിച്ചു നോക്കുക. മറുവശം ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം എങ്ങനെയാണോ നെഗറ്റീവിൻ്റെ സൈഡ് മനസ്സ് കാണിച്ചു തന്നത്, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണിച്ചു തരാനും നമ്മുടെ മനസ്സ് തയ്യാറാവും.
പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കണ്ടിട്ട് എനിക്ക് ഈ പോസിറ്റീവായിട്ടുള്ളതാണ് ഞാൻ നേടിയെടുക്കുക എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവിൻ്റെ എഫക്റ്റ് കുറയാൻ തുടങ്ങും. ആ നെഗറ്റീവിൻ്റെ എഫക്റ്റ് കുറയും തോറും മനസ്സ് കുറേയും കൂടെ കംഫർട്ട് ആയിക്കൊണ്ട് ആ പോസിറ്റീവായിട്ടുള്ള ചിത്രം കാണിച്ചു തരും. ഒരു കാര്യം മോശമായിട്ട് സംഭവിച്ച, ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരന് ജോലി പോയി എന്ന് കേൾക്കുമ്പോൾ, എന്തെങ്കിലും ജോലിയിൽ ഒരു ക്രൈസിസിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഒരു ഫയറിംഗ് ഉണ്ടായി, ഒരു പ്രോബ്ലം ഉണ്ടാവണമെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ഉടനെ അസോസിയേറ്റ് ചെയ്ത് കാണിച്ചു തരും, ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ആ കൂട്ടുകാരൻ്റെ ജോലി പോയിരിക്കുന്നു. ചെസ്റ്റിൽ എവിടെയെങ്കിലും ഒരു പെയിൻ എന്ന് കാണുമ്പോഴത്തേക്കും അവർക്കും ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, അത് അറ്റാക്കിൻ്റെ ആരംഭമായിരുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അവർ പോയിരിക്കുന്നു, അതുകൊണ്ട് ഇത് ഹാർട്ട് അറ്റാക്കാണ് എന്ന് നമ്മുടെ മനസ്സ് കാണിച്ചു തരാൻ തുടങ്ങും. വയറിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടാകുമ്പോഴത്തേക്കും ഒന്നുകിൽ അത് അൾസർ ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ആയിരിക്കാം. ഇങ്ങനെ ഏതൊരു കാര്യത്തിൻ്റെയും വേഴ്സ്റ്റ് സിറ്റുവേഷൻ കാണിച്ചു തരിക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു നേച്ചറാണ്, മനസ്സിൻ്റെ ഒരു കളിയാണത്. ആ കളി മനസ്സ് കാണിച്ചു തരുന്ന സമയത്ത് അതാണ് സത്യം എന്ന് വിചാരിച്ചു കൊണ്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ മിസ്റ്റേക്കാണുള്ളത്, മനസ്സിൻ്റെ മിസ്റ്റേക്ക് അല്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സൊരു ചിത്രം കാണിച്ചു തരുന്ന സമയത്ത് ഇതായിരിക്കാം അതിൻ്റെ വേസ്റ്റ് സിറ്റുവേഷൻ കാണിക്കുന്നല്ലേ, ഓക്കെ ആയിക്കോട്ടെ, വേസ്റ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ സംഭവിച്ചാൽ പോലും ഇത്രയല്ലേ സംഭവിക്കുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ മനസ്സവിടെ ആ ചിത്രം കാണിച്ചു തരുന്ന പണി അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് മനസ്സിനോട് ചോദിക്കുക, ഓക്കെ ഇത് നെഗറ്റീവ് സൈഡ് കാണിച്ചു തന്നു, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതോടെ ആ വഴിക്ക് മനസ്സ് ട്രാവലിംഗ് ആരംഭിക്കുകയായി. കാരണം അതിന് ഒറ്റയ്ക്ക് മിണ്ടാതൊരു സ്ഥലത്ത് ഇരിക്കാനാവില്ല. അതിൻ്റെ നേച്ചറാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തോട്ടിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ളത്. ആ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഏത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ അതിൻ്റെ സിമിലർ ആയിരിക്കുന്ന എഗെയിൻ ആൻഡ് എഗെയിൻ തോട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ വഴിയിലേക്ക് യാത്ര ചെയ്യാന്നുള്ളത് മനസ്സിൻ്റെ നേച്ചറാണ്. ആ നേച്ചറിനെ പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചുവിടാനുള്ള പവർ അത് നമ്മുടെ സ്വന്തം പവറാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു സാഹചര്യം വരുന്ന സമയത്ത്, ഒരു വെല്ലുവിളി നമുക്ക് നേരിടേണ്ട സമയം വരുമ്പോൾ, ഒരു ചെറിയ പരീക്ഷ ആയിക്കോട്ടെ, ഒരു ചെറിയ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അഥവാ ഏതെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്തിരിക്കുന്നു, ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങാൻ പോവായിക്കോട്ടെ, അതല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രശ്നം ആയിക്കോട്ടെ, ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് വേസ്റ്റ് ആയിട്ടുള്ള ദൃശ്യം കാണിച്ചു തരുമ്പോൾ മനസ്സിനോട് പറയുക, ഓക്കെ ഐ അഗ്രി, വേസ്റ്റ് ഇത്രയല്ലേ ഉള്ളൂ, ദ ബെസ്റ്റ് എന്നാൽ കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ദിശയിൽ നിന്നുള്ളതായിരിക്കുന്ന ചിത്രം കാണാൻ തുടങ്ങും. നമ്മൾ ആ ദിശയിലുള്ള തോട്ട്സ് വരാൻ തുടങ്ങും. അവിടെ നമ്മുടെ മനസ്സിൻ്റെ ഡൈവേർഷൻ പ്രാക്ടിക്കലായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് മറ്റൊരാൾക്ക് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ സാധ്യമല്ല, നമുക്ക് നമ്മളോട് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് മനസ്സിൽ ആ രീതിയിലുള്ളതായിരിക്കുന്ന പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൊടുത്താൽ ആ രീതിയിൽ ഓക്കെ നല്ലതാണ്, ഇതിങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, ഇത് സംഭവിച്ചാൽ ഇങ്ങനെയും സംഭവിക്കാം, അപ്പോൾ ചോദിക്കുക അതിനേക്കാൾ നല്ല ബെസ്റ്റ് പിന്നെന്താ സംഭവിക്കുന്നത്, അങ്ങനെ മനസ്സ് നമുക്ക് അതിൻ്റെ ദ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് കാണിച്ചു തരാൻ തുടങ്ങും. അത് കാണുന്നതോടുകൂടി ആ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഫിയർ ഫാക്ടർ അഥവാ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഫയൽ അവിടെ ക്ലോസ് ആവുമ്പോൾ തന്നെത്താൻ മനസ്സിൽ ഒരു കാംനെസ്, എനിക്കിത് ചെയ്യാൻ സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങും. അഥവാ നമ്മുടെ ബുദ്ധി, വിവേകം എനിക്കിത് ഇങ്ങനെയും ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളോട് പറയാൻ തുടങ്ങും. എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് നമ്മുടെ പാത്ത് മുന്നോട്ട് പോകുന്നതോടുകൂടി കംഫർട്ടായിട്ട് മാറും. സ്ട്രെസ്സിനെ അതിജീവിക്കാനും നമുക്ക് സാധിക്കും. ഏതൊരു കാര്യവും നിരന്തരമായി നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വഴിയിൽ അത് ചിത്രം കാണിച്ചു തരും. അതിൻ്റെ നേച്ചർ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നെഗറ്റീവായിരിക്കുന്ന ദിശയിൽ നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ കേൾക്കും, കാണും, അറിയും. ആ രീതിയിൽ മനസ്സ് നമുക്ക് ചിത്രം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ആ ദിശയിൽ നിന്ന് മാറി ഈ ദിശയിലേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കാൻ കൊച്ചു അവസരങ്ങൾ മുതൽ വലിയ വലിയ അവസരങ്ങളിൽ വരെ സ്വന്തം മനസ്സിനോട് സ്വയം സംസാരിക്കുക. ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ, എന്നാൽ മറ്റതെന്താണ്, അതും നമുക്കൊരു ശീലമാവും. നിരന്തരമായി നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിത്രം കാണിച്ചു തരുമ്പോഴൊക്കെ ഇതല്ല, ഇത് മാക്സിമല്ലേ ഉള്ളൂ, അവിടെ ഇരുന്നോട്ടെ, ഇങ്ങനെ സൈഡ് എന്താണ് എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതോടെ മനസ്സിലാവും ഈ വഴിക്ക് പോയിട്ട് അതുവരെ അംഗീകരിക്കില്ല, അതുകൊണ്ട് ഈ വഴിക്ക് തന്നെ യാത്ര ചെയ്യാമെന്ന്. പതുക്കെ നെഗറ്റീവിൽ നിന്ന് മാറി പോസിറ്റീവായിരിക്കുന്ന വഴികളിലൂടെ മനസ്സ് യാത്ര ചെയ്യാൻ തുടങ്ങും. അവിടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്ന ഒരു ലൈഫ് നമുക്ക് നയിക്കാനും സാധിക്കും. അതുകൊണ്ട് സ്വയം നമ്മുടെ ഉള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൊച്ചു ടെക്നിക്കാണിത്. തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കണം. അത് ചെയ്തു നോക്കി സ്ട്രെസ് ഫ്രീ ആയ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.